കേരളം അഞ്ചാം നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ ഡീൽ ആരോപണവും സ്വർണ്ണക്കൊള്ള വിഷയവും ഉയർത്തി പ്രചാരണത്തിൽ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP, RSS, LDF കൂട്ടുകച്ചവടമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ LDFനെ ജയിപ്പിക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. ശബരിമലയിൽ LDF നേതാക്കൾ ഉള്ള നടത്തി. പ്രധാനമന്ത്രിക്ക് അതിനെപ്പറ്റി ഒരു വാക്കുപോലും പറയാനില്ല. മോദിയും പിണറായിയും തമ്മിൽ ഒത്തുകളിയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. It seems that this election is taking place between the LDF and the UDF, but there is a hidden hand in this election. CPM leaders have stolen gold from the temple and replaced it with brass, and the Prime Minister has nothing to say about it. Not one word, because he wants the LDF to win. Because he knows LDF can never be a threat to the BJP. ലേബി സജീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ലേബി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശമായി രാഹുൽ ഗാന്ധി കൊച്ചിയിൽ തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളയും ഡീൽ ആരോപണവും ഒക്കെ തുടരെ ആവർത്തിച്ച് അദ്ദേഹം ആ വിവാദം അങ്ങനെ കടുപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇടതുപക്ഷത്തെ നയിക്കുന്നത് വർഗീയതയുടെ ഒരു അദൃശ്യ ശക്തിയാണ് എന്നുള്ളതാണ്. എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്? ഇന്ന് പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇത്തരത്തിൽ LDF ഇവിടെ വിജയിക്കണം എന്നത് തന്നെയാണ് BJPയുടെ ആവശ്യം. അതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മക്കളെയും ED ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ അതൊക്കെ ഡീലിന്റെ ഭാഗമാണ്. BJPയും RSSും CPMും തമ്മിലുള്ള അദൃശ്യ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദൃശ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അതേക്കുറിച്ച് ഒരക്ഷരം നരേന്ദ്രമോദി സംസാരിക്കുന്നില്ല. നരേന്ദ്രമോദിക്ക് ഇവിടെ LDFനെ വിജയിപ്പിക്കണം എന്നതാണ് ആവശ്യം. കാരണം കോൺഗ്രസ് മാത്രമാണ് BJPക്ക് ഭീഷണി. CPM ഭീഷണിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ CPMനെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഒപ്പം തന്നെ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും അതുപോലെ തന്നെ ശബരിമല കൊള്ളയും മറ്റു രാഷ്ട്രീയ വിഷയങ്ങളും എല്ലാം പറയുമ്പോഴും പ്രധാനമന്ത്രിയെയും പിണറായി വിജയനെയും മുഖ്യമന്ത്രിയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ ഫോർട്ട് കൊച്ചിയിലെ പ്രസംഗത്തിൽ ഉടനീളം സംസാരിച്ചത്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരം. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള സംസാരത്തിൽ ഈ പറയുന്നത് പോലെ ഇവർ മോദിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നത്. പല കേസിലും കേരളത്തിൽ അത് അദൃശ്യമായി നമ്മൾക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, അദൃശ്യമായ ഒരു കൈ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താൻ പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളെല്ലാം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. LDFനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രചാരണം തുടരുകയാണ് രാഹുൽ ഗാന്ധി.